ചർമ്മത്തിൽ നിന്ന് അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും മാറ്റാൻ ഒരു ഒറ്റമൂലി പറഞ്ഞു തരട്ടെ ഒരു ഹെർബൽ ഫേസ് വാഷ് എന്താണെന്നുള്ളത് പറയാൻ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വിപണിയിൽ പലതരം ഫേസ് വാഷുകളൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കും. മുഖത്തിന്റെ തിളക്കത്തിനും മുഖത്തിൽ നിന്ന് ഡെഡ്സ് ഒക്കെ പോവാനും ഒക്കെ വേണ്ടി ഇന്ന് പലതരം ഫേസ് വാഷുകൾ നമ്മൾ വിപണിയിൽ നിന്ന് മേടിക്കാറുണ്ട്. പല ബ്രാൻഡിന്റെയും പല രീതിയിലുമുള്ള ഫേസ് വാഷുകൾ. നമ്മുടെ അടുക്കളയിലുള്ള ഈ കാര്യങ്ങൾ വെച്ചിട്ടാണോ നമ്മൾ വിപണിയിൽ കിട്ടുന്ന ഫേസ് വാഷുകൾ മേടിച്ച് ചർമ്മം നശിപ്പിക്കുന്നത്? ഇനി അങ്ങനെ മേടിക്കല്ലേ. ഈ പറയുന്ന ഫേസ് വാഷ് നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. അതായത് ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഹെർബൽ ഫേസ് വാഷ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഫേസിന്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസ് ഞാൻ കാണിക്കാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വിപണിയിൽ നമ്മൾ പല ഫേസ് വാഷുകളും മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിന് പല രീതിയിലും മുന്നോട്ട് ചെല്ലും തോറും ദോഷങ്ങളൊക്കെ വരും. നമ്മുടെ സ്കിന്നിനകത്ത് നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലിൻ്റെ ഒരു അംശമുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ പരമായിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതില്ലാതാകും. എപ്പോഴും നമ്മുടെ ഫേസിന് നല്ലത് ഒന്നെങ്കിൽ ആയുർവേദിക് പരമായിട്ടതും അതല്ലെങ്കിൽ ഹോം മെയ്ഡ് പരമായിട്ടുള്ളതും. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഒരു കിടിലനൊരു ഫേസ് വാഷാണ്. ഇത് നിങ്ങളുടെ ഫേസിൽ ഇട്ടതിന് ശേഷം കഴുകുമ്പോൾ കാണാം ഫേസിനകത്തെ ആ ഒരു ഡെഡ്സ് ഒക്കെ പോവുകയും ഫേസിന്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും. വിപണിയിൽ കിട്ടുന്ന ഫേസ് വാഷിനെക്കാട്ടിലും തിളക്കം വെക്കാൻ നമ്മുടെ ഹെർബൽ ഫേസ് വാഷിൽ നിന്ന് സാധിക്കും. ഇനി നിങ്ങൾ വേറെ വിപണിയിൽ കിട്ടുന്ന ഫേസ് വാഷ് മേടിച്ച് പണം കളയല്ലേ. അടുക്കളയിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ. എന്തായാലും സമയം കളയേണ്ട. നമുക്ക് ആ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. നമുക്ക് ഹെർബൽ ഫേസ് വാഷ് തയ്യാറാക്കാം. അതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. ഇവിടെ ഞാൻ എടുക്കുന്ന നല്ല കുമ്പഴുപ്പൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ റോബസ്റ്റ പഴം. നിങ്ങളിപ്പോൾ നോർമൽ പഴം എടുക്കുന്ന സമയത്താണെങ്കിൽ അത് കൈകൊണ്ട് ഉടച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മിൽക്ക് ചേർത്തിട്ട്, റോ മിൽക്കാണ്, അതായത് പച്ചപ്പാൽ അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ കൈകൊണ്ട് എനിക്ക് നല്ല പോലെ ഉടച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കാത്തത്. അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ പഴമെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ക്ലെൻസ് ആക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന നശിച്ച കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും തിളക്കം വെപ്പിക്കാനും നമ്മുടെ പഴത്തിൽ നിന്ന് സാധിക്കും. റോബസ്റ്റ പഴമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പഴമാണോ കിട്ടുന്നത് ആ ഒരു പഴം വെച്ച് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിൻ നല്ല തിളക്കം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് കടലമാവിൻ്റെ പൊടിയിൽ നിന്ന്. അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ് ചേർക്കുന്നത്. ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനകത്ത് നശിച്ച കോശങ്ങളെ ഇല്ലാതാക്കാനും വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെയാണ് ഓറഞ്ചിൻ്റെ തൊലിക്കകത്തും. അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്തത് അരമുറി ലെമൺ ജ്യൂസും കൂടിയാണ് ചേർത്തേക്കുന്നത്. അങ്ങനെ അരമുറി ലെമൺ ജ്യൂസും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും ബാക്കി എല്ലാ പൊടികളൂടെ നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഈ ഒരു തിക്കായിട്ടുള്ള ഒരു ക്രീം പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇത് മൊത്തം ഒരു ദിവസം ഉപയോഗിക്കണമെന്നല്ല പറയുന്നത്. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതിയാകും. അങ്ങനെ നല്ല പോലെ ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ഞെരിടുമ്പോൾ ഈ പഴുത്ത പഴമായതുകൊണ്ടാണ് നമുക്ക് മിക്സ് ആക്കുന്ന സമയത്ത് കട്ടയൊന്നും കിട്ടാതെ നല്ല പോലെ മിക്സ് ആക്കി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഞാനിവിടെ ഇട്ട് കാണിക്കുന്നത് എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത്. ഞാൻ ഈ ഫേസിലിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് മാറ്റം കാണില്ല. അപ്പോൾ എൻ്റെ കൈകളിലിട്ടുള്ള ആ ഒരു മാറ്റം എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ കൈകളിലേക്ക് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെല്ലും മസാജ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ നശിച്ച കോശങ്ങൾ നമ്മൾ കഴുകുമ്പോൾ റിമൂവ് ആവും. ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വയ്യ, അതല്ലാതെ നിങ്ങളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ ഇട്ട് 1 മിനിറ്റ് മസാജ് ചെയ്തിട്ട് സ്കിന്നിനെ ഫ്രീ ആയിട്ട് ഇടുകയാണെങ്കിൽ സ്കിന്നിനകത്തെ ഡെഡ്സ് ഒക്കെ പോയിട്ട് സ്കിൻ നല്ല പോലെ മാറ്റം നൽകാൻ സാധിക്കും. അങ്ങനെ ബാക്കി വന്നിട്ടുണ്ട്. ഞാനിനി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നതാണ്.
നിങ്ങളും ബാക്കി വരുന്ന ഇതേ രീതിയിൽ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് നോക്കണം. ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റോ അതല്ലെങ്കിൽ 3 മിനിറ്റെങ്കിലും അത് സ്കിന്നിലിരിക്കണം. സ്കിന്നിൻ്റെ സെല്ലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ലപോലെ മാറ്റം നൽകാൻ സാധിക്കും. എന്തായാലും നമുക്ക് 3 മിനിറ്റിന് ശേഷം എന്താണ് മാറ്റം എന്നുള്ളത് നോക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുടച്ചപ്പോൾ ഉള്ള മാറ്റം കണ്ടോ? ഞാൻ ഞെട്ടി. നിങ്ങളോ? എന്തുമാത്രം മാറ്റം ഉണ്ടെന്ന് കണ്ടോ? സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ? കൈയുടെ ഇപ്പുറത്തെ താഴത്തെ ഭാഗവും ഇട്ട ഭാഗവും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ കണ്ടോ? സംഭവം കിടുവാണ്. ഇനി നിങ്ങൾ കെമിക്കൽ പരമായിട്ടുള്ള ഫേസ് വാഷുകൾ മേടിച്ച് പൈസ കളയാതെ നാച്ചുറലായിട്ട്, അതായത് നമ്മുടെ ഒരു ഹെർബൽ ഫേസ് വാഷ് ഒന്നും ഉണ്ടാക്കി ഉപയോഗിക്കണേ. സംഭവം കിടുവാണ്. കണ്ടല്ലോ ഫേസ് വാഷ് തയ്യാറാക്കി, നമ്മുടെ ഹെർബൽ ഫേസ് വാഷ് തയ്യാറാക്കിയതൊക്കെ ഉണ്ടല്ലോ. 100% ആണ് റിസൾട്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. 100% നിങ്ങളുടെ ഫേസ് സ്കിൻ തിളക്കം വെക്കാൻ സാധിക്കും. ചെയ്തിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടും അതിൻ്റെ റിസൾട്ടും വന്ന് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയുമായി കാണാം കേട്ടോ. അതിൻ്റെ മുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.